50,000 രൂപ തന്നാൽ ഒരാഴ്ചത്തേക്ക് തരാമെന്നും പക്ഷേ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നും അവനോട് പറയുന്നു. അങ്ങനെ വിഷ്ണു അവളെയും കൊണ്ട് താൻ താമസിക്കുന്ന ഇടത്തേക്ക് പോയി. കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയിരുന്ന അവൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയും വിഷ്ണുവിനെ അത്യാവശ്യമായി പോകേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു റൂമിൽ പൂട്ടി ജോലിക്കാരനെ ഏൽപ്പിച്ച് അവർ പോകുന്നു. അന്ന് രാത്രി അവളുടെ ഭാര്യയും അമ്മയും ഭാര്യയുടെ അച്ഛനുമായി അങ്ങോട്ട് വരുന്നു. അവർ ആ പെൺകുട്ടിയെ കണ്ട് പ്രശ്നമുണ്ടാക്കുകയും ആരാണെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ വിഷ്ണു അവിടേക്ക് വന്ന് പറയുന്നു, താൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നെന്നും അതിൽ ഉണ്ടായിരുന്ന കുട്ടിയാണെന്നും അവളുടെ അമ്മ മരിച്ചുപോയി, ചെറുപ്പം മുതലേ ഞാനാണ് അവളെ വളർത്തിയിരുന്നത് എന്നും ആർക്കും അവൾക്ക് പോലും അറിയില്ല എന്നും അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം കേട്ട് അമ്മയും ഭാര്യയും വിശ്വസിക്കുകയും അവർ വിഷ്ണുവിന്റെ മകളായി തന്നെ സന്തോഷത്തോടുകൂടെ ആ കുട്ടിയെ അംഗീകരിക്കുകയും ചെയ്യും. പിന്നീട് അവന്റെ കയ്യിൽ നിന്നും എല്ലാം വഴുതിപ്പോയി. അവർ ആ പെൺകുട്ടിയെ സ്വന്തം മകളായി തറവാട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ കോളേജിൽ അയക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് വിഷ്ണു ആകെ ധർമ്മസങ്കടത്തിലാകുകയാണ്. വിഷ്ണുവിന്റെ ഭാര്യ അവളെ സ്വന്തം മകളെ പോലെ തന്നെ കൊണ്ടു നടക്കുകയും അമ്മ തന്റെ സ്വർണങ്ങളെല്ലാം അവളെ അണിയിപ്പിക്കുകയും അത് മോൾക്കുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ സന്തോഷത്തോടുകൂടെ മകളായി തന്നെ അവളെ വളർത്തുന്നു. സ്വത്ത് വരെ അമ്മ അവളുടെ പേരിലേക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ വിഷ്ണു അതിനെയെല്ലാം തടയുന്നു. അവർ ആ പെൺകുട്ടിയെ കൊടുത്ത സമയം കഴിഞ്ഞിരുന്നു. ആ കിളവനും മറ്റു ആളും കൂടി വീട്ടിലേക്ക് അന്വേഷിച്ചു വരുന്നു. അപ്പോൾ വിഷ്ണു അവരോട് പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിയെന്നും ഇപ്പോൾ ആ പെൺകുട്ടിയെ തന്നടക്കാൻ പറ്റില്ല എന്നും ഒരാഴ്ച കൂടെ സമയം വേണമെന്നും പറയുന്നു. അതിനുള്ള പണം കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. പിന്നീട് പെൺകുട്ടിയെ അവരെല്ലാവരും തന്റെ കുടുംബത്തെ കുട്ടിയാണെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ മകളാണെന്നും പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. ശരിക്കും വിഷ്ണുവിനെ തന്റെ മകളായി തന്നെ മനസ്സുകൊണ്ട് അവൻ അംഗീകരിക്കുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വരികയും വിഷ്ണുവിനോട് പെൺകുട്ടിയെ ഉടനെ കൊടുക്കണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ പോവില്ല എന്നും പറയുന്നു. അമ്മയും ഭാര്യയും തന്റെ മകളായി ഏറ്റെടുത്തിരിക്കുന്ന ആ പെൺകുട്ടിയെ അവരുടെ കൂടെ വിട്ടഴക്കാൻ ഒരു നിർവാഹവും വിഷ്ണുവിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തനിക്ക് ആ പെൺകുട്ടിയെ വിട്ടുതരണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും അവൻ പറയും. പക്ഷെ അവർ ചോദിക്കുന്ന എമൗണ്ട് വളരെ കൂടുതലായിരുന്നു. എങ്കിലും വിഷ്ണു പറയും 1,00,000 രൂപ തന്നേക്കാമെന്നും തനിക്ക് അവളെ വിട്ടുതരണമെന്നും അവരോട് പറയുന്നുണ്ട്. അവർ അതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ കിളവൻ പറയുന്നു, ഒരാഴ്ചയാണ് തന്റെ ഊഴമെന്നും അടുത്ത 2 ആഴ്ച തനിക്കുള്ളതാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമുണ്ടാകുകയും കയ്യേറ്റം വരെ ആകുകയും ചെയ്യുമ്പോൾ അകത്തുനിന്ന് ഭാര്യ വരുന്നു. എന്താണ് ഇവിടെ പ്രശ്നമെന്നും താൻ പോലീസിനെ അറിയിക്കുമെന്നും പറയുമ്പോൾ അയാൾ പറയുന്നു, ഏതു പോലീസിനെ വിളിച്ചാലും ഞങ്ങൾക്ക് ആ കുട്ടിയെ വിട്ടുതരണമെന്നും അവളെ ഞാൻ പറയുന്നിടത്ത് എത്തിക്കണമെന്നും ഭാര്യ കൂടെ കേൾക്കാൻ പാകത്തിന് അയാൾ പറയുന്നു. ഇത് കേട്ട് സീത ആകെ വിഷമിക്കുകയും ഇതാണ് സംഭവിക്കുന്നതെന്ന് അവൾ വിഷ്ണുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.